بسم الله الرحمن الرحيم. റമദാൻ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിനെ നമ്മളിലേക്ക് എല്ലാ വർഷവും അയക്കുമ്പോൾ ചെയ്യാറുള്ള ഒരു പ്രത്യേകത ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമ്മുടെ അനുശന്റെ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അതെന്താണ്? ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ മുഴുവനും തുറക്കപ്പെടുന്നതായ മാസമാണ് ഈ വിശുദ്ധ റമദാൻ. അപ്പോൾ റമദാൻ മാസമല്ലാത്തതായ മാസങ്ങളിൽ സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ അടക്കപ്പെടാറുണ്ട് എന്നതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. നരകത്തിന്റെ വാതിലുകൾ മുഴുവൻ പൂട്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നരകത്തിന്റെ വാതിലുകൾ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ തുറന്നു കിടക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു റിപ്പോർട്ടാണ്. വേറൊരു റിപ്പോർട്ടിൽ പിശാചികളെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പിശാചികളെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ചില റിപ്പോർട്ടുകളിൽ മറദത്തു ഷയാത്തീൻ എന്നുമുണ്ട്. അഥവാ പിശാചികൾ നിന്നിട്ടുള്ള പോക്കിരികളെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഈ ഖുർആൻ ഇറങ്ങിയതായ സന്ദർഭത്തിൽ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ എന്ന ആയത്തുകളിലൂടെ ആദ്യമായിട്ട് മക്കയിലേക്ക് ഖുർആൻ ഇറങ്ങിയതായ സന്ദർഭത്തിൽ പിശാച് നാം ഈ കേട്ടതായ അല്ലാഹു അറസ്റ്റ് ചെയ്യാമെന്ന് ഏറ്റെടുത്ത റമദാനിൽ അറസ്റ്റ് ചെയ്യാമെന്ന് ഏറ്റെടുത്ത ആ സന്തോഷവാർത്ത റസൂലുള്ളാഹി നൽകിയതായ ആ പിശാചുകളുടെ സ്ഥിതി ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഖുർആൻ ഇറങ്ങിയതായ കാലഘട്ടത്തിൽ ഇന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സംഇ ഫമൻ യസ്തമിഉൽ ആന യജിദ് ലഹു ശിഹാബർ റസദാ. ഞങ്ങൾക്ക് സീറ്റുകൾ ഉണ്ടായിരുന്നു ആകാശത്തിലേക്ക് പോകാൻ, ആകാശത്തിലേക്ക് കയറാൻ, എന്നിട്ട് വാർത്തകൾ ചോർന്നെടുക്കാൻ. ഇപ്പോഴാണെങ്കിൽ അഥവാ ഖുർആൻ ഇറങ്ങിയ ശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് ആ സീറ്റുകളിലേക്ക് എത്താൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഞങ്ങളെ തടയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളിലേക്ക് തീനാളം എറിയപ്പെടുകയാണ് എന്ന് പിശാചുകൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്ന് ആ ഖുർആൻ ഇറങ്ങിയ കാലഘട്ടത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. ആ പിശാച് അല്ലാഹുവിനോട് പണ്ട് വാഗ്ദാനം ചെയ്ത ഭാഗമാണ്, ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, ആദമന്റെ സന്തതികളുടെ എല്ലാ വഴിയിലും ഞാൻ ഇരുന്നു കൊടുക്കും. തുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്തറഹും ശാകിരീൻ. അവരിലേക്ക് അവരുടെ വലതു ഭാഗത്തിൽ നിന്നിട്ട്, മിൻ ബൈനി ഐദീഹിം അവരുടെ മുൻഭാഗത്തിൽ നിന്നിട്ട്, വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം അവരുടെ വലതു ഭാഗത്തിൽ നിന്നിട്ട്, വഅൻ ശമാഇലിഹിം എല്ലാ ഭാഗത്തിൽ നിന്നും പിശാച് നമ്മെ വലയം ചെയ്യുമെന്ന് വാഗ്ദാനം റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ചെയ്തതാണ്. ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ, നിന്റെ അഭിമാനത്തെ തന്നെയാണ് സത്യം, അവർ ആ സകലം ഞാൻ വഴിപഴപ്പിക്കുക തന്നെ ചെയ്യും എന്ന് റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് വാഗ്ദാനം ചെയ്ത ആളാണല്ലോ പിശാച്. നമുക്കറിയാം, ഖുർആൻ പലപ്പോഴും പറഞ്ഞ ശൈലിയാണ്, നാം സാധാരണ കേൾക്കാറുള്ളതാണ്. പക്ഷേ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അവനോട് എന്താണ് മറുപടി പറഞ്ഞത്? ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ ഫൽഹഖ് വൽഹഖ് അഖൂൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു മറുപടി നൽകിയത്. ഫൽഹഖ് വൽഹഖ് അഖൂൽ, ഞാൻ പറയുന്നത് സത്യമാണ്. കേട്ടോ പിശാചേ, കേട്ടോ ഇബ്ലീസേ, നീ അങ്ങനെ ചെയ്യാൻ നിനക്ക് എന്റെ ഇബാദുകളെ, എന്റെ സാലിഹ്യങ്ങളെ ചെയ്യാൻ നിന്നെ കൊണ്ട് സാധിക്കൂല. പക്ഷേ നീ അങ്ങനെ ചെയ്യുന്നവരെ, ചെയ്ത് വഞ്ചിക്കുന്നവരെ, വഞ്ചിച്ച് ചതിക്കുന്നവരെ ചതിച്ച് നിന്റെ ആൾക്കാരെ നീ കൂട്ടിക്കോ. പക്ഷേ നിന്നെയും അവരെയും എല്ലാം ഞാൻ നരകത്തിലേക്ക് തള്ളിക്കൊണ്ടുപോകും. പക്ഷേ സജ്ജനങ്ങളാകുന്ന ഇത്തരം കാര്യങ്ങൾ ബോധപൂർവം പരിഗണിച്ചുകൊണ്ട് പൈശാചിക ശല്യത്തെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ വഴി, ശരിയായ വഴി ഏതാണെന്ന് മനസ്സിലാക്കി ആ വഴിയിലേക്ക് ചെലിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നവരൊഴിച്ച് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുക തന്നെ ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മദീന ഇമാം സൂചിപ്പിച്ച ഭാഗത്തിൽപ്പെട്ടതാണ്, നാം മഅ്ദൂരിങ്ങളല്ലേ, നമുക്ക് ഒഴിവുണ്ടല്ലോ, നമുക്കെന്താ വീട്ടിലിരുന്നോടെ, നമുക്കെന്താ ഒറ്റക്ക് നിസ്കരിച്ചൂടെ, നമുക്കെന്താ ഇപ്പോൾ നിസ്കാരത്തെ ഭിന്നിപ്പിച്ചൂടെ എന്നൊക്കെ തോന്നിപ്പോകാറുണ്ട്. അരുത് അരുത് അരുത്. മാസം റമദാനാണ്, അള്ളാഹു ബഹുമാനിച്ച മാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഈ മാസത്തിലൂടെ അള്ളാഹുവിനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ച് അള്ളാഹുവിന് നൽകേണ്ടതായ ആരാധനകൾ നമ്മളെ സാധിക്കുന്ന രൂപത്തിൽ നൽകി ഖുർആൻ കഴിവിന്റെ പരമാവധി രാത്രിയും പകലുമായി പാരായണം ചെയ്ത്, രാത്രിയിൽ പ്രത്യേകിച്ച് നമസ്കരിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത്, നേരിട്ട് ഖുർആൻ ഓതാൻ മനപ്പാഠം ഇല്ലാത്തവര് ഖുർആൻ മുസ്ഹഫ് നോക്കിയിട്ടെങ്കിലും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഇമാമായി നിന്നിരുന്നതായ ദക്വാൻ റളിയല്ലാഹു തആല അൻഹു കാട്ടിയതുപോലെ മുസ്ഹഫ് നോക്കിയിട്ടാണ് അവര് ഖുർആൻ ഓതിയതെന്ന് ബുഖാരിയിൽ കാണുന്നു. അങ്ങനെ അറിയാത്തവര്, മനപ്പാഠമില്ലാത്തവര് ഖുർആൻ നോക്കിയിട്ടാണെങ്കിലും ഖുർആനുമായുള്ള ടച്ച് ഈ മാസത്തിൽ ഉണ്ടാക്കിയെടുത്ത് അള്ളാഹു
അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ, അവർക്ക് മാത്രമേ വിജയമുള്ളൂ. അവരിൽ നിന്നിട്ട് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ മറ്റു എല്ലാ മാസങ്ങളിൽ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ഉണ്ടായിരുന്നതായ റമദാൻ മാസത്തിൽ സൽക്കർമ്മം ചെയ്യേണ്ടതുപോലെ ചെയ്തതായ മാസങ്ങളിൽ കിട്ടിയതായ മുസ്ലിങ്ങൾക്ക് നൽകിയതായ അതേ പ്രതിഫലം അള്ളാഹു നൽകണമെങ്കിൽ ഈ രൂപത്തിൽ ജീവിക്കുന്നവരായിരിക്കണം എന്ന് മദീന ഇമാം പറഞ്ഞു.